പിണറായി വിജയന്റെ ഒരു ഭരണകാലയളവ് അവസാനിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം എന്താണ്? ഉപകാരം ചെയ്തു തന്നതിനൊക്കെ നന്ദി. ഇനിയൊന്നും ചെയ്തു തരരുത്. ഇനി വന്ന് ഞങ്ങള് ഒന്നും ചെയ്തൊന്ന് ഉപദ്രവിക്കരുത്. താങ്ക് യു ചേട്ടാ. അവർക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ശബ്ദിക്കാൻ വരെ പാടില്ലാത്ത അവസരം. കറുത്ത ഉടുപ്പ് കണ്ട നീ ഇട്ട് നടക്കുന്ന കറുപ്പാണ് പിന്നെ തല്ലിക്കൊന്നുകളെയും കറുത്തിട്ടുകൊണ്ട് വരാൻ പാടില്ല. അവനെ ഭയങ്കര പേടിയുള്ള കറുപ്പിനെ പേടി. ഡബിൾ ചങ്ക അവനെ. മൂന്നാമത് പിണറായി പരിക്കോട് വലിയ താല്പര്യമുള്ള ആളല്ലേ. ഇടതുപക്ഷം വേണ്ടാന്നുള്ള കാരണം ആള് മാറിയ പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആള്. ഈ കൊള്ള സംഘം ഭരിക്കുന്നിടത്ത് ഇനി ആര് ജയിക്കുന്നത്? അവർ തന്നെ ജയിക്കുള്ളൂ. കഴുത്തറപ്പൻ, വെടിവെപ്പ്, കൊള്ളക്കാരൻ, കൊലപാതകി, ഭരിക്കുന്നവൻ കൊലപാതകി. പിന്നെ ഇവിടെ എന്നാ നടക്കുന്നത്? എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? UDF തരംഗാണ്. ഉറപ്പായിട്ടും UDF തന്നെ വരും. മൊത്തത്തിൽ പിണറായി സർക്കാരിന്റെ ഒരു ഭരണം എങ്ങനെയുണ്ടായിരുന്നു? 10 വർഷക്കാലത്ത് 10 വർഷം ദുർഭരണമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രം മതിയല്ലോ. ദുർഭരണം തെളിവുണ്ട്. സാധാരണക്കാർക്ക് എന്നാ ഒന്നും കിട്ടിയിട്ടില്ല. 10 വർഷം ഇനി LDF എന്തെങ്കിലും ഒരു കാലത്ത് തിരിച്ചു കയറുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി LDF വരാനൊരു ചാൻസും ഇല്ല. LDFന്റെ അവസാനമായി പിണറായിയോട് അത് തീർന്നു. കാരണം LDF എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരു നയമുള്ളൊരു ഗവൺമെന്റ് പാർട്ടിയല്ല ഇപ്പോൾ. സാധാരണക്കാരുടെ പാർട്ടി ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. UDF വരുന്നതോടുകൂടി മാറ്റം ഉറപ്പായിട്ടും എല്ലായിടത്തും UDF തരംഗം തന്നെയാണ് മൊത്തം നിലനിൽക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് കാണുന്നല്ലേ ആ UDFന്റെ ഒരു ഇതാണ്. മൊത്തത്തിൽ അങ്ങനെ തന്നെ വരും. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, മാസപ്പടി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുന്ന മൊത്തത്തിലുണ്ട്. പറയാൻ ഒത്തിരി ഉണ്ട്. അതെ, ചേട്ടൻ എന്തായാലും പിറവങ്കാരനാണെങ്കിൽ പോലും ഇവിടുത്തെ MLA മൂവാറ്റുപുഴ മാത്തിക്കുഴൽ KSRTC സ്റ്റാൻഡ്, റോഡ് വികസനം എല്ലാം ഈ മോറ്റ റോഡിന് തന്നെ എത്ര വർഷം ശാപമായിട്ട് കിടന്നു. അതൊക്കെ പരിഹരിച്ചില്ല. നിയമസഭയിലെ ഒരു പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന നല്ലൊരു MLA ആയിരുന്നു. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന TN ജേക്കബ് സാറിന് ശേഷം മാറ്റിക്കൊള്ളണം. ഉറപ്പായിട്ടും. അപ്പോൾ അവസാനമായിട്ട് പിണറായി വിജയന്റെ ഒരു ഭരണകാലയളവ് അവസാനിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം എന്താണ്? അദ്ദേഹത്തോട് ബൈപ്പാസ് റോഡിന്റെ കാര്യം പിണറായി വിജയനോട് പറയാനുള്ളത് ഉപകാരം ചെയ്തു തന്നതിനൊക്കെ നന്ദി. ഇനിയൊന്നും ചെയ്തു തരരുത്. ഇനി വന്ന് ഞങ്ങള് ഒന്നും ചെയ്തൊന്ന് ഉപദ്രവിക്കരുത്. താങ്ക് യു ചേട്ടാ. ചേട്ടാ നമസ്കാരം. എന്താണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭരണവും കാര്യങ്ങളൊക്കെ? ഭരണം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സിറ്റിംഗ് നമ്മുടെ മാത്യു കൊള്ളനാടനാണ്. അതെ അതെ, ഭരണം നല്ല ഭരണം, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം തന്നെ തുടർന്നും വരണം എന്നാണ് വരട്ടെ ആഗ്രഹമാണ്. നമ്മള് ഇതിൽ പെട്ടാണ്. അതെ അല്ലേ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ? അതും കുഴപ്പമൊന്നുമില്ല. ഈയിടെ വെച്ച് തോറ്റുപോയി ഒരുപാട്. ഇച്ചിരി ഇത് മാറിപ്പോയി പഞ്ചായത്തില്. ഇത്തോളം എങ്ങനെയൊന്നും അറിയില്ല. ഇതിപ്പോ KSRTC ബസ് സ്റ്റാൻഡാണ് മൂവാറ്റുപുഴയിലെ. ഈ ഫാനൊന്ന് വേണം. ഇത് ഫാനൊന്നുമില്ല ഇവിടെ. ഇത് വേണ്ട, ഉരി വന്നുണ്ടോ കേടായി. ഇത് ഇത്രയും സ്ഥലത്ത് ഫാൻ വേണ്ടേ? ഫ്രണ്ടിൽ ഫാൻ ഇടാനുള്ള സ്ഥലം, നല്ല ചൂടുള്ള കാലാവസ്ഥയും കൂടിയാണ്. അതല്ലേ, അതൊന്നും അറിയിക്കണം മെയിനായിട്ട്. സ്ഥിരമായിട്ട് ഇവിടെ യാത്രക്കാരനാണോ? ഇല്ല, ഞങ്ങൾ മാറ്റിയാണ് ഇവിടെ കഴിക്കാപ്പള്ളി താമസിക്കുന്നത്. ഇന്ന് വന്നപ്പോൾ ഞാൻ കണ്ടു, ഒരു 2 ആഴ്ച വന്നപ്പോഴും കണ്ടു. അത്യാവശ്യമല്ലേ മോൾ നോക്കി, ഇതൊന്നും അറിയിക്കണം വേണ്ട. ഫ്രണ്ടിൽ അത് പണിതുകൊണ്ടല്ലല്ലോ കാര്യം. ഇതൊക്കെയാണ്. ഇരിപ്പ് സുഖം വേണം, ഫാൻ വേണം. കെട്ടിടങ്ങൾ പണിയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള ഫെസിലിറ്റീസ് വേണം. ഇതൊന്നും ചെയ്യണം, അത്യാവശ്യമാണ്. മൂത്രപ്പര ഉണ്ടെന്നാന്ന് അറിയില്ല, കയറാറില്ല. നേരത്തെ മോശമായിരുന്നു, ഇപ്പൊ എങ്ങനെയൊന്നും അറിയില്ല. ഇതൊക്കെയാണ്. ഫാൻ വേണം, അത്യാവശ്യമാണ്. ഉറപ്പായിട്ടും അധികാരികളിൽ നല്ല ഭരണം, കുഴപ്പമൊന്നുമില്ല. മൊത്തത്തില് ഇവിടെ ഒരു ഡെവലപ്മെന്റ് കുറെ വർഷങ്ങളായിട്ടുള്ളത് നോക്കി കാണുമ്പോൾ എങ്ങനെയുണ്ട്? അതും വലിയ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും തുടർഭരണം മൊത്തത്തിൽ നമ്മൾ മൂവാറ്റുപുഴ വിട്ടുപിടിക്കുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഈ ഒരു 10 വർഷക്കാലത്തെ ഭരണം തന്നെ തുടരണമെന്നാണോ, അതൊരു മാറ്റം അനിവാര്യമാണ് എന്ന് തോന്നുന്നു? ഭരണം തുടർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇന്നാളെ പേടിക്കാപ്പള്ളി പള്ളിയിലൊക്കെ വന്നു രാത്രി. എല്ലാവരും പിണറായി വിജയൻ വോട്ട് വരുമല്ലേ രാത്രി 6:30 മണിക്ക് സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിച്ചു. എല്ലാ സ്ഥലത്തും പോയി എത്തും. അല്ല, മൊത്തത്തിൽ നിയമസഭയിൽ ശരിക്കും മുഖ്യമന്ത്രിയോട് ഏറ്റവും കൂടുതൽ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാള്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് മാത്യു കൊള്ളനാടൻ. അപ്പൊ ആ ഒരു രീതിയിൽ എന്തായാലും മാത്യു കൊള്ളനാടൻ MLA കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം തന്നെ വരും എന്നാണ് വിജയ്. അങ്ങനെ ഒരു കണക്കൂട്ടിലാണ്, മനസ്സിലായത്. അദ്ദേഹത്തിനാണ് മൊത്തത്തിലൊരു പിന്തുണ കൂടുതൽ അല്ലേ? ഞാൻ വോട്ട് ചെയ്ത് ഞങ്ങളെ വീട്ടിലെ പഴയ കാരണന്മാർ പോലെ അങ്ങനെയാണ്. ഇതൊന്ന് ഫാൻ വേണം, അത്യാവശ്യം.
ഇത്രയും തീയിൽ ചൂടായിട്ട് ഇരിക്കേണ്ടത്. അതെ, ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു മാസം പോലും ഞാൻ യാത്ര ചെയ്യാൻ വന്നപ്പോൾ ഇത് കണ്ടില്ല. നിസ്സാര മുടക്ക് മതി, അതൊന്നും അറിയിക്കണം. ശരി, ഇതൊന്നും അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും ഭരണം ആര് പിടിക്കും എന്നാണ്? ആർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നോ അവർ ജയിക്കും. ആർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളം ആരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നു അവർ ജയിക്കണമല്ലോ. പറയാൻ പറ്റത്തൊന്നുമില്ല, ആരുടെ കയ്യിൽ ആയിരിക്കുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു രീതിയല്ല. നമുക്ക് വേണ്ടി ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. എനിക്ക് വേണ്ടി ഭരിക്കാൻ ഞാൻ തന്നെ വരണമെന്നുള്ള രീതിയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ആരും നമ്മളെ ഭരിക്കാനുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങള്. ഇപ്പം അവർ ഭരിക്കില്ല, നമ്മളെ ഭരിച്ചോണ്ടിരിക്കുക. അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല. ഈ ഒരു 10 വർഷക്കാലത്ത് കണക്കുകൂട്ടൽ വെച്ചിട്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരാളിലും വിശ്വാസമില്ല. എന്നാലും നമ്മുടെ സമ്മതിദാനാവകാശം കൊടുക്കണമല്ലോ നമ്മള്. അത് കൊടുക്കണം. അത് അന്നേരത്തെ ആ വ്യക്തികളെ നോക്കിയിട്ട് ചെയ്യും. പാർട്ടിക്ക് അപ്പുറത്തേക്ക് വ്യക്തികളെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പാർട്ടിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ പറയാൻ പറ്റില്ലാത്ത സാഹചര്യം. ഓക്കെ, മൊത്തത്തിൽ ഒരു പിണറായി ഭരണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, ഞാൻ ജീവിക്കുന്നു. സർക്കാർ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. ഈ സർക്കാരും ചെയ്തിട്ടില്ല, മുമ്പുള്ള സർക്കാരുകളും ഒന്നും ചെയ്തിട്ടില്ല. 10 വർഷക്കാലമായിട്ട് ഒരേ സർക്കാർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായിട്ട് ഞാനിവിടെ ഇപ്പോൾ വളരെ കുറച്ച് നാളേ ആയുള്ളൂ ഞാനിവിടെ വന്നിട്ട്. പ്രവാസിയാണോ? പ്രവാസിയായിട്ട്. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മുന്നുള്ള സർക്കാർ ആരും ഒന്നും ചെയ്യുന്നില്ല. പ്രവാസികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാവുന്നതല്ലാണ്ട് വേറെ പ്രവാസികൾക്ക് ഒരുപാട് ലോക കേരള സഭകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അതല്ല, സഭകൾ നടത്തുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് സഭകൾ നടത്തുന്നതിനിടയിൽ നവകേരള സദസ്സ് നടത്തിയിരുന്നു ഇവര്. ഒത്തിരി സദസ്സുകൾ നടത്തുന്നുണ്ട്. ആ സദസ്സുകൾ നടത്തിയിട്ടൊന്നും ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ല. സാധാരണക്കാരിലേക്ക് സർക്കാരിന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇവിടെ ഒരു മൂവാറ്റുപുഴക്കാരൻ അല്ലെങ്കിൽ പോലും മൂവാറ്റുപുഴയുടെ MLA സുപരിചിതനായിരിക്കും. അല്ല, ഞാനിവിടെ വല്ലപ്പോഴും മാത്യു കുഴൽനാടൻ എനിക്കറിയാവുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള മൊത്തത്തിലൊരു അഭിപ്രായം അങ്ങനെ അഭിപ്രായം പറയാനും മാത്രമുള്ള പരിചയമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. എവിടെയും മൂവാറ്റുപുഴക്കാരനാണോ? ഇവിടെ ആര് പിടിക്കും ഇക്കുറി? ആര് പിടിക്കും ഇക്കുറി? ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷത്തിൻ്റെ ആൾ എല്ലാവരോടും ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇടതുപക്ഷക്കാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യത്വപരമായി ചിന്തിച്ചാൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. 10 വർഷത്തെ പിണറായിയുടെ ഭരണം. മൂന്നാമത് പിണറായി ഭരിക്കുന്നതോട് വലിയ താല്പര്യമുള്ള ആളല്ലേ ഇടതുപക്ഷം. വേണ്ടാന്ന് തന്നെയാണ് വേണ്ടാന്നുള്ള പ്രകാരമാണ്. കാരണം ആൾ മാറിയ പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആൾ. മാത്യു കുഴൽനാടനെ പറ്റിയിട്ട് എന്താണ്? അത് പുതിയതായിട്ട് ഒരു 5 വർഷം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഭരണമില്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടും നിയമസഭയിൽ പിണറായി വിജയനോട് പല കാര്യങ്ങളിലും പിണറായി വിജയനോട് നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ രീതിയിലാക്കും അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പാർട്ടി ഇതായതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റുന്നില്ല. വേറെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷക്കാരനാന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഭരിക്കണമെന്ന് അല്ലേ പറയണ്ടേ? കാരണം അത് പിണറായി വിജയൻ്റെ 5 വർഷത്തെ ഭരണം എന്നല്ല, ആദ്യത്തെ ഭരണം. പിന്നെ ഉള്ളത് ഇച്ചിരി മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞ ആൾ മാറുകയല്ലോ. ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ ഒക്കെ ഒരു ആരോഗ്യമേഖലയുടെ കാര്യം പറയാണ്ടിരിക്കുകയാണ്. ഒരു അഭിപ്രായമുള്ള ആളല്ല എനിക്ക്. അവർ ഈ അടുത്ത ദിവസത്തെ ഒരു സമരം ഉണ്ടാക്കി എന്നാ പേശിപ്പിള്. ഞാൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ, പക്ഷെ ഒക്കെ വെറുതെ ആവശ്യമില്ലാതെ കാണിച്ചവരത്. പെടലിയൊക്കെ ചുമ്മാ ഏതാൾക്കും അറിയാലോ. അവരുടെ ആൾക്കാർ അവരുടെ ഭർത്താവ് വരെ ഇതിനെ നിർത്തണ്ടെന്ന് പറഞ്ഞില്ലേ. ഭാര്യനെ നിർത്തണ്ടെന്ന് പറഞ്ഞ ഭർത്താവ് പറഞ്ഞു. അപ്പോൾ എന്നാ കാര്യം? നമ്മളല്ലല്ലോ പറഞ്ഞത്. അവർക്ക് തന്നെ താല്പര്യമില്ല. അവരുടെ പ്രവർത്തനം നമ്മുടെ ടീച്ചർ ശൈലജ ടീച്ചറെ മൊത്തത്തിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ പോകാറുണ്ടോ? പിന്നെ ഞങ്ങൾ അവിടെ തന്നെ മരുന്ന് മേടിക്കണം. അവിടുത്തെ എങ്ങനെയുണ്ട്? മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? മരുന്ന് ചില കാര്യം എല്ലാം ഇപ്പം എല്ലാ ആശുപത്രിയിലും ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സൊക്കെ അവൈലബിൾ ആണോ? ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ മെയിൻ ആൾക്കാരില്ലെങ്കിലും അതിൻ്റെ താഴെയുള്ളവരൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ മന്ത്രിയുടെ പ്രവർത്തനത്തോട് യോജിപ്പില്ലാത്തയാണ്. ഇപ്പോൾ ഒരു ഇടതുപക്ഷ ഭരണത്തിൽ എടുത്തു നോക്കുമ്പോൾ മന്ത്രിമാരിൽ ഏറ്റവും കഴിവ് കെട്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു വകുപ്പ് ഏതാണ്? കഴിവ് കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറത്തേക്ക് പറയാൻ പറ്റിയ ഒരു മന്ത്രിമാരും ഇതിനകത്ത് ഇല്ലായിരുന്നു. പുള്ളി ഒരു ഏകാധിപത്യത്തെ പോലെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾ മാറണം എന്ന് പറഞ്ഞു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഭരണം? ആരുടെ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷക്കാലത്ത് ഭരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഞാൻ നോക്കിയിട്ട് ഇനി BJP അല്ലെങ്കിൽ കോൺഗ്രസ് വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടേ ഭരണമായിട്ട്? എല്ലാവർക്കും ഭരണം മാറ്റി മാറ്റി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നത് സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയുന്നത്.
അല്ല ഉറപ്പായിട്ടും പറയേണ്ട കാര്യം തന്നെയാണത്. എന്ന് വെച്ചാൽ ഗ്യാസ് ഒന്നും ഇപ്പൊ ഒരു ഇവിടെ നമ്മൾ സ്ഥലത്തും വരുമ്പോ തന്നെ ഗ്യാസ് നമുക്ക് ഇല്ല. പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും ഒന്നും അവൈലബിൾ അല്ല നമുക്ക്. ഗ്യാസ് ഇല്ല. ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഗ്യാസ് ഇല്ല, പണിയില്ല, അങ്ങനെ ഒരു ഞാനിപ്പോ ജോലി താൽക്കാലികമായിട്ടില്ലേ അപ്പൊ? ഇല്ല. ഞാൻ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു വർക്കില്ല, അങ്ങനെ നിൽക്കുന്നു. പിന്നെ വിറക് കത്തിച്ചാണ് ആൾക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ സംവിധാനം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറകിലുണ്ടാക്കാൻ പറ്റില്ല. വിറകിലുണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകമായിട്ട് അടുപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നടന്നത്. പിന്നെ ഇതാണ് ഗ്യാസിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇലക്ഷൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അതെ. എന്തായാലും ഇക്കുറി ഭരണമാറ്റം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അതെ. ഹലോ ചേട്ടാ, എന്താ എങ്ങനെയുണ്ട് മൂവാറ്റുപുഴയിലെ ഇലക്ഷനൊക്കെ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ്റെ ചൂട് തുടങ്ങി വരുന്നു. ഇക്കുറി ആര് പിടിക്കും മൂവാറ്റുപുഴ? മൂവാറ്റുപുഴ അത് നിശ്ചയിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് മാത്തിക്കൊള്ളിനാടൻ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. മാത്തിക്കൊള്ളിനാടൻ തന്നെ തുടരുമോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ പിണറായി ഭരണം? പിണറായി ഭരണം പോരാ. ചിരിയിലുണ്ടെല്ലാം. താങ്ക് യു അങ്കിളെ. നമസ്കാരം. മൂവാറ്റുപുഴക്കാരനാണോ? എങ്ങനെയുണ്ട് ഇക്കുറി ആര് പിടിക്കും ഇവിടെ? ഈ കൊള്ളസംഘം ഭരിക്കുന്നിടത്ത് ഇനി ആര് ജയിക്കുന്നത്? അവർ തന്നെ ജയിക്കുള്ളൂ. LDF തന്നെ വരുമെന്നാണ്. കഴുത്തറപ്പൻ, വെടിവെപ്പ്, കൊള്ളക്കാരൻ, കൊലപാതകി, ഭരിക്കുന്നവൻ കൊലപാതകി. പിന്നെ ഇവിടെ എന്നാ നടക്കുന്നത്? പിന്നെ കട്സ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിനുള്ള കട്സുമില്ല. തീർന്നില്ലേ? കോൺഗ്രസ് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് വന്നാലേ എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലാതെ കൊള്ളയില്ലാതെ നടക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മളെ കഴുത്തറുത്ത് ആ ചോര കുടിക്കാൻ പോരാത്തതുകൊണ്ട് കാലറുത്ത് കൈയറുത്ത് കിട്ടുന്ന ബ്ലഡ് മുഴുവൻ ഊറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ പിണറായി സർക്കാർ. അതിന് കുറേ കൂടെ നടക്കുന്ന കുറേ തെണ്ടികളുണ്ട്. ഒരു ബോധമില്ലാത്ത കുറേ തെണ്ടികൾ ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുന്നു. അവൻ്റെ കൂടെ നടന്ന കൊള്ളക്കാരനെ അല്ലെങ്കിൽ കൊള്ള ചെയ്തിട്ടുള്ളവനെ കൊന്നവനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ശമ്പളം വരെ കൊടുക്കുകയാണ്. ഇതൊക്കെയല്ലേ സർക്കാർ നടത്തുന്നത്? ഇവിടെ മനുഷ്യന്മാരുണ്ടോ? പ്രതിപട്ടികയിലുള്ളവർ തന്നെയാണ് സ്ഥാനാർത്ഥികളും അവരുടെ. അപ്പോൾ അതുകൊണ്ട് അവർ ജയിക്കും. കാരണം അവർ കള്ളത്തരം കാണിച്ച് ജയിക്കുള്ളൂ. മോദി സർക്കാരും അത് തന്നെ. ആദ്യം നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമേ കുറച്ച് ഈ വോട്ടിൻ്റെ യന്ത്രം കൊണ്ട് വെച്ച് കുത്തു നോക്കുമ്പോൾ അത് ഇന്നതിനെ വീഴുന്ന കേരളത്തിലുള്ള മലയാളികൾ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഒരുവിധം വിദ്യാഭ്യാസമുണ്ട്. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ചെന്ന് പറഞ്ഞു കഴിയുമ്പം ആരെങ്കിലും നോക്കാൻ ചെന്നാൽ മറ എന്ന് പറഞ്ഞ് അവൻ വാലിഞ്ഞിട്ടേ പോവുള്ളൂ. ആ രീതിക്ക് ആദ്യം ജയിച്ചത് പോലും മോദി. പിന്നെ അധികാരം കൈ കിട്ടിയ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ അതേ രക്ഷപ്പെടുകയുള്ളൂ. മോദിയെ ജയിക്കുകയുള്ളൂ. ഇവിടെ അത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി കൊല്ലും കൊലപാതകം കൊണ്ടുള്ള. അപ്പം ഇപ്പം ഈ സത്യം പറഞ്ഞ എന്നെ ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ പബ്ലിക് അറിഞ്ഞാൽ ചിലപ്പോൾ എന്നെ തല്ലിക്കൊന്നുകളെയും. ഇതാണ് ഈ നാട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ശബ്ദിക്കാൻ വരെ പാടില്ലാത്ത അവസ്ഥ. കറുത്ത ഉടുപ്പ് കണ്ട നീ ഇട്ടുകൊണ്ട് നടക്കുന്ന കറുപ്പാണ് പിന്നെ തല്ലിക്കൊന്നുകളെയും. കറുത്തിട്ടുകൊണ്ട് വരാൻ പാടില്ല. അവനെ ഭയങ്കര പേടിയുള്ള കറുപ്പിനെ പേടി. ഡബിൾ ചങ്ക അവനെ. പക്ഷെ കറുപ്പിനെ പേടിയാ. പറയുന്നിടത്ത് കറുപ്പിനെ പേടിയാ. കറുപ്പിന് മാത്രമല്ല മൈക്കിനെ ഉൾപ്പെടെ പേടിയാണ്. മനുഷ്യനെ റോഡിൽ കൂടെ നടക്കാൻ മേല. മൈക്കിനെ പേടിയാണ്, കറുപ്പിനെ പേടിയാണ്. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പം ഒത്തിരി ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് ഉപദ്രവമില്ലാതെ ആ പരാതികളൊക്കെ മേടിച്ച് കഷ്ടത്തിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ തീർന്നു. ഈ നാടിനെ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തേ? ഓരോ വളവിൽ ചെല്ലുമ്പോൾ എടുത്ത് ദൂരോട്ട് കളഞ്ഞുകൊണ്ടിരുന്നു. അത് മേടിച്ചുമില്ല. അല്ല, എങ്ങനെ നമ്മൾ കയ്യിൽ കൊടുക്കും? ആളുടെ ചുറ്റും വണ്ടികളുടെ ഒരു ആളൊന്ന് കാണണമെങ്കിൽ നമുക്ക് ഉമ്മൻചാണ്ടിനെ കാണുന്ന പോലെ കാണാൻ ഈസി ആയിട്ടുള്ള ഒരാളല്ല. ദൈവമല്ലേ ഇത്? കള്ളദൈവം, പിശാചിന് തുല്യം.